സ്തുതിയായിരിക്കട്ടെ. സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന ദയനീയമായ ആ ചോദ്യത്തിന് മുൻപിൽ ഒരു ശത്രു മിത്രമായി മാറുന്ന അത്ഭുത പ്രതിഭാസമാണ് വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവചരിത്രത്തിൽ നിന്നും നാം വായിച്ചെടുക്കുന്നത്. ക്രൈസ്തവ ചരിത്രത്തിൽ അനുപമ തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ദീപ സ്തംഭമാണ് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ്ലീഹ. സഭാചരിത്രത്തിൽ ശക്തമായി മുഴങ്ങിക്കേട്ട ശബ്ദം വിശുദ്ധ പൗലോസിന്റേതാണ്. മിഷണറി പ്രവർത്തനങ്ങളിൽ ഉജ്ജ്വല മാതൃകയായ വിശുദ്ധ പൗലോസ്ലീഹായിലൂടെയാണ് ക്രൈസ്തവ മതം വിശ്വവ്യാപകമായത്. നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും സ്ലീഹ മലയിൽ ഉയർത്തപ്പെട്ട ഒരു ദീപമായി ഉദിച്ചു നിൽക്കുന്നു. തിന്മയിൽ നിന്ന് പോലും നന്മയെ ഉളവാക്കാൻ കഴിയുന്നവനാണ് ദൈവം എന്ന പരമസത്യമാണ് വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ യേശുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, യേശുവാണ് എന്നിൽ മേൽ ജീവിക്കുന്നത്. ഇതാണ് വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവചരിത്രത്തിന്റെ രത്നച്ചുരുക്കായ തിരുവചനം. താൻ വിശ്വസിച്ച ക്രിസ്തു എന്ന സത്യത്തിനു വേണ്ടി മരണം വരെ പോരാടി കളങ്കരഹിതമായ സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ. താൻ സ്നേഹിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ അദ്ദേഹം 3 മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിന്റെ ഉച്ചകോടിയെത്തി വിശുദ്ധ പൗലോസ്ലീഹായുടെ സഹനങ്ങൾക്ക്. ജീവിതം എനിക്ക് ക്രിസ്തുവാണ്, മരണം എനിക്ക് നേട്ടവും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് ഇതാണ്. സഹനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ ഈ ലോകത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഒരു മാതൃകയാണ്. മുറിപ്പെടുത്തിയവനെ മുറിവുണക്കുന്നവനാക്കി മാറ്റി കർത്താവ്. ക്രിസ്തുവിനെതിരായി ഇറങ്ങി ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ച് ഒടുവിൽ ക്രിസ്തുവിനായി മരിച്ച ധീരരക്തസാക്ഷി. പാതകളിൽ വചനവിത്ത് വിതച്ച് ഫലങ്ങൾ കൊയ്തെടുത്ത സമർത്ഥനായ വിധക്കാരൻ. വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന് വിളിപ്പേരുള്ളവൻ. മരണത്തെ ആഴ്പുൽകിയ വീരപുരുഷൻ. ഇതെല്ലാമാണ് വിശുദ്ധ പൗലോസ്ലീഹ. വരുവിൻ, നമുക്കും നമ്മുടെ ഇടമക മധ്യസ്ഥനോടൊപ്പം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം, കത്തിജ്വലിക്കാം. നന്ദി.